കേരളത്തെ മൂന്നായി തരംതിരിച്ചാൽ തെക്കൻ കേരളം, വടക്കൻ കേരളം, മധ്യ കേരളം. മധ്യ കേരളത്തിൽ ഒരു ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളതായിട്ടാണ് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പറയാറുള്ളത്. പ്രധാനമായും കോട്ടയം ജില്ല. എന്നാൽ ഈ കോട്ടയം ജില്ലയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2011 പുറത്തു വന്ന സർവേ അനുസരിച്ച് 49% ഹിന്ദുക്കളും 43% ക്രിസ്ത്യാനികളും 6% മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുമുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. എന്നാൽ ആ കോട്ടയം ജില്ലയിൽ കാര്യമായ രീതിയിൽ വേരോടിച്ച് കാര്യമായി നിരന്തരമായി മാറി മാറി ഭരിക്കുന്ന സർക്കാരുകൾ കൂടുതൽ പ്രാധാന്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും അല്ലെങ്കിൽ ക്രൈസ്തവ നേതാക്കന്മാർക്കും നൽകിയത് കൊണ്ട് തന്നെ മീനച്ചിലും പാലയും ഒക്കെ അടങ്ങുന്ന കോട്ടയം എന്ന ജില്ലയ്ക്ക് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളൊരു മേഖല എന്ന തരത്തിലേക്കുള്ളൊരു പട്ടം ചാർത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ മേൽക്കൈയുള്ള കോട്ടയം ജില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിൽ BJPക്ക് വിജയസാധ്യതയുള്ള 3 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോൺഗ്രസിന് മേൽക്കൈയുള്ള ഒരു ജില്ലയായിരുന്നു കോട്ടയം. എന്നാൽ കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് രണ്ടായതോടുകൂടി ഇടതുപക്ഷത്തിനും പ്രാധാന്യമേറി വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതൊന്നുമല്ലാതെ കേരളത്തിലുടനീളം ക്രൈസ്തവ വിഭാഗത്തിലേക്ക് വേരാഴത്തിൽ ഇറക്കിക്കൊണ്ട് ആ ന്യൂനപക്ഷത്തെ, അതായത് നിലവിൽ കേരളത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷവും ക്രൈസ്തവ ന്യൂനപക്ഷവും, അതിൽ മുസ്ലിം ന്യൂനപക്ഷം കോൺഗ്രസിലേക്കും ഇടതുപക്ഷത്തേക്കും ചാഞ്ഞ് വേരോടിച്ച് നിൽക്കുമ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ഒന്നാകെ BJPയിലേക്ക് ചേർക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കോട്ടയത്തെ നടക്കുവാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ കൃത്യമായ രീതിയിൽ കരുക്കൾ നീക്കുവാൻ കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ സാധിച്ചില്ല എങ്കിൽ കോട്ടയം ജില്ലയിൽ ഈ 3 മണ്ഡലങ്ങളിൽ BJP അധികാരത്തിലേറുമെന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 3 ലോക്സഭാ മണ്ഡലങ്ങളും 6 നിയമസഭാ മണ്ഡലങ്ങളും ചേരുന്നതാണ് കോട്ടയം ജില്ല. അതിൽ ഫ്രാൻസിസ് ജോർജ് നേതൃത്വം നൽകുന്ന 3 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് കോട്ടയം, പുതുപ്പള്ളി, ഏറ്റുമാനൂർ. പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയുടെ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ. മറ്റൊന്ന് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച അദ്ദേഹത്തിന് വിജയത്തിന് കാരണമായി 17,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലം. അങ്ങനെ ഇതിൽ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ ചങ്ങനാശ്ശേരി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഈ 3 മണ്ഡലങ്ങളിലും BJPക്ക് സ്വാധീനമേറെയാണ്. അവിടെ വിജയിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ആ വിജയ സാധ്യതയുടെ അടിസ്ഥാനപരമായ 2 കാരണങ്ങൾ, ഒന്ന് ഭരണവിരുദ്ധ വികാരവും മറ്റൊന്ന് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഏകീകരണം BJPയിലേക്ക് ഉണ്ടായാൽ അതിലൂടെ ലഭിക്കുവാൻ പോകുന്ന BJPയുടെ 3 മണ്ഡലങ്ങൾ എന്ന പ്രത്യേകതയും ഇതിലുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിനെ സംബന്ധിച്ച PC ജോർജ് എന്ന പൂഞ്ഞാറിൽ സ്വീകാര്യത ഏറെയുള്ള ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ മകനായ ഷോൺ ജോർജിനെ BJP സ്ഥാനാർത്ഥിയായി മത്സരിപ്പിച്ചുകൊണ്ട് വിജയിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പാർട്ടി രൂപീകരിക്കുകയും പിന്നീട് അത് BJPയിലേക്ക് ലയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച PC ജോർജിനെ സംബന്ധിച്ച് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രനായി മത്സരിക്കവേ മുസ്ലിം വോട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ മുസ്ലിം വോട്ടുകൾ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചാൽ, ക്രൈസ്തവ വിഭാഗത്തിന് സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ മത്സരിപ്പിച്ചാൽ വിജയ സാധ്യത ഏറെയാണ്. ഇനി 33,000-ലധികം മുസ്ലിം വോട്ടുകളാണ് ആ മണ്ഡലത്തിലുള്ളത്. ആ വോട്ടുകളും സ്വീകരിച്ച മറ്റ് സമുദായക്കാർക്ക് കൂടി സ്വാധീനമുള്ള, അവരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് പൂഞ്ഞാറിൻ്റെ ഒരവസ്ഥ. മറ്റൊന്ന് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ കൃത്യമായ രീതിയിൽ നിർത്തി വിജയിപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ വലിയ പരാജയത്തിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചുമാറുവാൻ ആഗ്രഹിക്കുന്ന, കാഞ്ഞിരപ്പള്ളി ഏതെങ്കിലും മറ്റ് ഘടകകക്ഷികളുമായി വെച്ചുമാറാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കന്മാരും കാഞ്ഞിരപ്പള്ളിയിലുണ്ട്. അതല്ല എങ്കിൽ കോൺഗ്രസിന് മത്സരിക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരും നിരവധിയാണ്. അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരികയാണെങ്കിൽ നിലവിൽ അദ്ദേഹം MLA ആയിരിക്കുന്ന കോട്ടയത്തിൻ്റെ സ്ഥിതി വളരെ ദുർബലമായി പോകുമെന്ന കണക്കൂട്ടലും കൂടി കോൺഗ്രസിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിനും പ്രസക്തി ഏറെയാണ്. A ഗ്രൂപ്പിൻ്റെ നേതാവും കണ്ണൂർ MLAയും മന്ത്രിയുമൊക്കെയായ KC ജോസഫ് ചങ്ങനാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നവരും നിരവധിയാണ്. ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച നായർ ബെൽറ്റും അതിനോടൊപ്പം തന്നെ ക്രൈസ്തവ ബെൽറ്റും ഏറെ ശക്തമായി നിൽക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിയിൽ നായർ വോട്ടുകൾ കൃത്യമായ രീതിയിൽ BJPക്ക് പോക്കറ്റിലേക്ക് ആക്കുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും നിലവിലുള്ള സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ടുകൾ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ വിജയിക്കുവാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് BJPയെ സംബന്ധിച്ചുള്ളത്. എന്നാൽ അവിടെ ഈ 2 സമുദായക്കാർക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന കണക്കൂട്ടലിലാണ് കോൺഗ്രസ് ഉള്ളത്. അതുകൊണ്ടായിരിക്കണം KC ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാമെന്നൊരു തീരുമാനത്തിലേക്ക്
UDF എത്തിച്ചേരുന്നത്. എന്തായാലും ഈ 3 മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് കുറച്ചുകൂടി അനുകൂലമാർന്ന തരത്തിലേക്കാണ് മുൻപോട്ട് പോകുന്നത്. അവിടെ എന്താകും രാഷ്ട്രീയ തീരുമാനം, അതായത് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ തീരുമാനം, സ്ഥാനാർത്ഥി എന്നതൊക്കെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങൾ BJP പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയം തന്നെയാണ്.